Hello friends, welcome to Toppers World. നമ്മൾ ഇന്നത്തെ ക്ലാസ് മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് ആണ്. മാത്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള എല്ലാ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാത്സ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റ് ക്ലാസ്സുകളും ഇംഗ്ലീഷും മലയാളവും EVSും പരിസര പഠനവും അങ്ങനെ തുടങ്ങിയ എല്ലാ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുക. എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും അതിലെല്ലാ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കാണുക, നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് മൂന്നാമത്തെ യൂണിറ്റ് ആണ്, തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ആണ്. നമ്മൾ പേജ് നമ്പർ 33 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 33ാമത്തെ പേജിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തിനെ കുറിച്ചാണ് നമ്മുടെ തേർഡ് യൂണിറ്റിൽ പഠിക്കുന്നതെന്ന് വെച്ചാൽ തൗസൻഡ്സിനെ കുറിച്ചാണ്. തൗസൻഡ്സ് എന്ന് വെച്ചാൽ ആയിരങ്ങൾ. നമ്മൾ 999 കഴിഞ്ഞ് വരുന്ന നമ്പറാണ് തൗസൻഡ് അല്ലേ. അപ്പോൾ ആ തൗസൻഡിനെ കുറിച്ചൊക്കെ നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിൽ പഠിച്ചു തുടങ്ങുകയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫസ്റ്റ് പേജ് എന്താ നോക്കാം അല്ലെ. ഫസ്റ്റ് പേജിൽ എന്താണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ടോപ്പിക്കിന്റെ പേര് സ്പോർട്സ് ഫെസ്റ്റ് ആണ് കേട്ടോ. സ്പോർട്സ് ഫെസ്റ്റ്, കായികമേള നടക്കുകയാണ്. എവിടെയാണ് കായികമേള നടക്കുന്നത്? കാട്ടിലാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു അനൗൺസ്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അനൗൺസ്മെന്റ് ഫസ്റ്റ് വായിക്കാം. വെൽക്കം ടു ദ സ്പോർട്സ് ഫെസ്റ്റ് അറ്റ് പൂമല ഫോറസ്റ്റ്. All contestants, please collect your chess numbers. The 15 athletes starting with the number 986. Please get ready for the long jump event. അപ്പോൾ എന്താ നടക്കുന്നത്, എവിടെയാണ് നടക്കുന്നത്? പൂമല ഫോറസ്റ്റിൽ. പൂമല ഫോറസ്റ്റിൽ എന്ത് നടക്കുകയാണ്? സ്പോർട്സ് ഫെസ്റ്റ് നടക്കുകയാണ്, അതായത് കായികമേള നടക്കുകയാണ്. അപ്പോൾ എന്താ പറയണത്? എല്ലാ കണ്ടസ്റ്റൻസും വേഗം തന്നെ അവരുടെ ചെസ്റ്റ് നമ്പറൊക്കെ കളക്ട് ചെയ്തിട്ട് വന്ന് റെഡിയായി നിൽക്കാൻ പറയുകയാണ് അല്ലേ. The 15 athletes starting with the number 986. Please get ready for the long jump event. അപ്പോൾ എന്താ നടക്കാൻ പോകുന്നത്? ലോങ് ജമ്പ് നടക്കാൻ പോവാണ്. അതിന് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 986 ആണ്. 86ൽ നിന്നും ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്ര അത്ലറ്റ്സ് ഉണ്ട്? 15 അത്ലറ്റ്സ് ആണ് ലോങ് ജമ്പിന് റെഡി ആയിട്ട് നിൽക്കുന്നത്. റൈറ്റ് ദ ചെസ്റ്റ് നമ്പേഴ്സ് ഓഫ് ദ കണ്ടസ്റ്റൻസ് ഫോർ ദ ലോങ് ജമ്പ് ഇവന്റ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ എല്ലാ അത്ലറ്റ്സിന്റെ നമ്പേഴ്സും ഇവിടെ ഓർഡറിൽ എഴുതുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ 986 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? 987, 988, 989, 990, 991, 992, 993, 994, 995, 996, 997, 998, 999. അടുത്ത നമ്പർ എത്രയായിരിക്കും? അതായത് 999 കഴിഞ്ഞാൽ വരുന്ന അടുത്ത നമ്പർ എത്രയായിരിക്കും? അപ്പോൾ 999ന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ 3 ഡിജിറ്റ് നമ്പർ, നമ്മളിതിന് തൊട്ട് മുമ്പുള്ള ചാപ്റ്റേഴ്സിനൊക്കെ നമ്മൾ എന്ത് പഠിച്ചു? നമ്മൾ ചെറിയ നമ്മൾ നമ്മുടെ കഴിഞ്ഞ സ്റ്റാൻഡേർഡിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഹൺഡ്രഡ്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. 10, 100 എന്താന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ 999ന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 3 ഡിജിറ്റ്, അതായത് 3 ഡിജിറ്റിലെ ലാർജസ്റ്റ് നമ്പർ, 3 ഡിജിറ്റ് വരുന്ന ഏറ്റവും വലിയ നമ്പർ ആണ് എന്ത്? 999. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 4 ഡിജിറ്റ് നമ്പർ ആണ് 1000. അതായത് 999ന്റെ കൂടെ 1 പ്ലസ് ചെയ്താൽ 1 കൂടിയാൽ വരുന്ന അടുത്ത നമ്പർ ആണ് 1000. നോക്കൂ, 1000ൽ എത്ര ഡിജിറ്റ് ആണ് ഉള്ളത്? 1, 2, 3, 4 അല്ലേ. എത്ര ഡിജിറ്റ് ഉണ്ട് നോക്കൂ? 1, 2, 3, 4. 4 ഡിജിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ആണ് 1000. അതായത് 4 ഡിജിറ്റ് നമ്പർ ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 3 ഡിജിറ്റ് നമ്പർ, നമ്മൾ 3 ഡിജിറ്റ് നമ്പർ പഠിച്ചു. 3 ഡിജിറ്റ് നമ്പറിൽ ലാർജസ്റ്റ് നമ്പർ 999 ആണ്. സ്മോളസ്റ്റ് നമ്പർ 100 ആണ് അല്ലേ, 100 ആണ്. അതേപോലെ സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 1000. മനസ്സിലായല്ലോ. അപ്പൊ അടുത്ത എന്താ ഇവിടെ നോക്കൂ, റാബിറ്റ് പറയുന്നത് me too. അപ്പൊ റാബിറ്റിന്റെ ചെസ്റ്റ് നമ്പർ എത്രയാണ് നോക്കൂ? 1000 ആണ് അല്ലേ. അപ്പൊ നോക്കൂ, എന്താണ് മങ്കി പറയണത്? യുവർ നമ്പർ ഈസ് 1001. യുവർ നെയിം ഈസ് നോട്ട് ഇൻ ദ ലോങ് ജംപ് ലിസ്റ്റ്. അപ്പൊ എന്താ പറയണത്? നിന്റെ നമ്പർ 1001 ആണ്. എന്ന് വെച്ചാൽ 1000 കഴിഞ്ഞ് 1000ന്റെ കൂടെ 1 പ്ലസ് ചെയ്താൽ എന്ത് വരും? 1001. എങ്ങനെ എഴുതുക? 100 ഇട്ട് 1 എഴുതണം അല്ലേ. എങ്ങനെ വായിക്കുക? 1001. 1000 and 1 together make 1001. എന്ന് വെച്ചാൽ 1000ഉം 1ഉം കൂടെ ചേരുന്നതാണ് എന്ത്? 1001. Hoops.
Now the numbers are jumbled. Can you help me put them in order? അപ്പോൾ എന്താ പറയേണ്ടത്? ഈ നമ്പറിനെ ഓർഡറിൽ എഴുതുക. നമ്മൾ 1001 പഠിച്ചു. അടുത്ത എത്രയാ? 1002, 1003 എല്ലാം 1 പ്ലസ് ചെയ്യാണ്. 1004, 1005, 1006, 1007, 1008, 1009, 1010, 1011. അടുത്ത ഏതാ? 1012. Next topic, announcement. The table shows the numbers of the contestants for Manchadi collection. It must be filled for the announcement. Can you help put an elephant? അപ്പോൾ എന്താ അടുത്ത് നടക്കാൻ പോകുന്ന മത്സരം എന്താ വെച്ചാൽ മഞ്ചാടി കളക്ഷൻ ആണല്ലേ. അപ്പോൾ എന്താണ് അതിനുവേണ്ട അനൗൺസ്മെന്റ്? ഇറ്റ് മസ്റ്റ് ബി ഫില്ലഡ് ഫോർ ദി അനൗൺസ്മെന്റ്. ക്യാൻ യു ഹെൽപ്പ് കുട്ടൻ എലിഫന്റ്? കുട്ടൻ എലിഫന്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഹെൽപ്പ് ചെയ്യാൻ പറയുകയാണ്. ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഓരോരുത്തരും ചെസ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ചെസ് നമ്പർ റീഡ് ചെയ്യാൻ ആണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന്റെ സ്പെല്ലിംഗ് കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ നമ്പർ നെയിം ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിന്റെ നെയിം എഴുതുക. അപ്പോൾ എല്ലാവർക്കും സ്പെല്ലിംഗ് തെറ്റില്ലാണ്ട് നമ്പറിന്റെ നെയിം എഴുതാൻ അറിയുമെന്ന് കരുതുന്നു. അഥവാ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? പഠിക്കുക. എല്ലാം കൂടെ ഒന്നിച്ച് പഠിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ചായിട്ട് നമ്മൾ എന്ത് ചെയ്ത് പോവുക? പഠിച്ചു പോവുക കേട്ടോ. നമ്പർ നെയിം എഴുതാൻ പഠിച്ചു പോവുക. കാരണം നമ്പർ നെയിം എഴുതുന്ന ഒരു ചോദ്യം എക്സാമിന് എപ്പോഴും, അതായത് നിങ്ങൾ 3ാം ക്ലാസ്സിലെ മാത്സ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്പർ നെയിം എഴുതാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കുക. അതുകൊണ്ട് സ്പെല്ലിംഗ് തെറ്റില്ലാണ്ട് നമുക്ക് നമ്പർ നെയിം എഴുതാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഫസ്റ്റ് നമ്പർ എങ്ങനെ വായിക്കുക? 879. അടുത്തതോ 904. നെക്സ്റ്റ് 918. അപ്പോൾ എപ്പോഴും ഫസ്റ്റ് 100ൽ നിന്നാണ് നമ്മൾ റീഡ് ചെയ്ത് പോവുക അല്ലേ. 918. അടുത്തതോ 906. അടുത്തത് 809. നെക്സ്റ്റ് 749. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് എഴുതാൻ അറിയണം? നമ്പർ നെയിം എഴുതാൻ അറിയണം. നെക്സ്റ്റ് ടോപ്പിക് ATM. Tittu Parrot has sponsored some prizes. She needs 760 rupees for it. The ATM in the forest has only 100 rupee notes, 10 rupee notes and 1 rupee coins. What all notes and coins would she have got? How many of each? എന്താണ്? മത്സരത്തിൽ പങ്കെടുത്ത ആൾക്കാർക്ക് ടിറ്റു പാരറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് പ്രൈസ് എല്ലാം സ്പോൺസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ടിറ്റുവിന് എത്ര രൂപ വേണം? 760 റുപ്പീസ് ആണ് ആവശ്യം. അവൾ ATM പോയി എന്ത് ചെയ്യാണ്? കാശ് എടുക്കുകയാണ് അല്ലേ. അപ്പോൾ ATM ഉള്ളത് എന്താണ്? 100 റുപ്പി നോട്ട്, 100 രൂപയുടെ നോട്ടുകളും 10 രൂപയുടെ നോട്ടുകളും 1 രൂപയുടെ കോയിൻസ് മാത്രമാണ് ATM ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അവൾക്ക് എത്ര നോട്ടുകൾ, ഏതൊക്കെ നോട്ടുകൾ എത്ര എണ്ണം വീതം കിട്ടിയിട്ടുണ്ടാവും? അവൾ എത്ര രൂപ എടുത്തിട്ടുണ്ട് ATM എന്ന്? 760 റുപ്പീസ് അല്ലേ. അപ്പൊ എങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടാവാം? 700 രൂപയുടെ നോട്ടുകൾ, അതായത് 700 റുപ്പി നോട്ട്സ് ചേരുമ്പോൾ എത്രയാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, 3 ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ്. അപ്പോൾ 100 പറഞ്ഞാൽ നമുക്ക് 100 അറിയാം. 200കൾ ചേരുന്നത്, അതായത് 2 നൂറുകൾ ചേരുന്നത് എന്താ? 200. 300 ചേരുന്നതാണ് എന്ത്? 300 അല്ലെ. 3 നൂറുകൾ ചേരുന്നത് 300. അങ്ങനെയാണെങ്കിൽ 700 റുപ്പി നോട്ട് ചേരുന്നതാണ് എന്ത്? 700 എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ അടുത്തത് അതേപോലെ 10 രൂപയുടെ എത്ര നോട്ട് എടുത്തിട്ടുണ്ടാവും? 6 10 രൂപയുടെ നോട്ടുകൾ, അതായത് 6 10 റുപ്പി നോട്ട്. 6 10 റുപ്പി നോട്ട് എന്ന് പറയുന്നത് എന്താ? 60 റുപ്പിയിൽ, അതായത് 1 tens are 10, 2 tens are 20, 3 tens. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ പഠിക്കുന്നത് അല്ലേ, 10ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. അപ്പൊ ഇതുവരെയും ടേബിൾ പഠിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം പഠിച്ചു വെക്കുക. അഥവാ നിങ്ങൾക്ക് ടേബിൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. നമ്മൾ എന്ത് ചെയ്യുക? ടേബിളിലെ ക്ലാസ്സുകൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ടേബിൾ അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക കേട്ടോ. നമുക്ക് തീർച്ചയായിട്ടും അറിയണം ടേബിൾ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. അപ്പോൾ നമ്മൾ 1 തൊട്ടിട്ട് 10 വരെയുള്ള നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തീർച്ചയായിട്ടും അറിഞ്ഞു വെച്ചിരിക്കണം. അപ്പോൾ ഇവിടെ 6 10 റുപ്പി നോട്ട് എന്ന് വെച്ചാൽ 6 tens are 60. അടുത്തത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് 7 100 രൂപയുടെ നോട്ടും അതേപോലെ 6 10 രൂപയുടെ നോട്ടും കിട്ടി. അവൾ എടുത്തു, ATM എടുത്തു എന്ന് വെച്ചാൽ 700 + 60. ആൻസർ എന്താ? 760. അപ്പോൾ 7 100 റുപ്പി നോട്ടും 6 10 രൂപയുടെ നോട്ടുമാണ് അവൾ എന്ത് ചെയ്തത്? ATM നിന്ന് എടുത്തിരിക്കുന്നത്. അടുത്തത് ഫണ്ട് റൈസിംഗ്. എ ഗ്രൂപ്പ് ഓഫ് 4 were asked to collect money for food. See how much each got. അപ്പോൾ എന്താണ്? ഫുഡിന് വേണ്ടിയിട്ട് കാശ് കളക്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ, കാശ് കളക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ എത്ര രൂപ വെച്ച് കാശ് പിരിച്ചു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് ആള് ആരാ?
ഒരു ക്രൊക്കഡൈലാണ് അല്ലെ, ക്രൊക്കഡൈൽ മുതലയാണ്. എങ്ങനെയാണ് കാശ് പിരിച്ചിരിക്കുന്നത്? 100 രൂപയുടെ നോട്ടും 10 രൂപയുടെ നോട്ടും 1 രൂപ കോയിൻസ് വെച്ചിട്ടാണ് അവർ കാശ് എന്ത് ചെയ്തിരിക്കുന്നത്, കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ക്രൊക്കഡൈൽ എത്ര കളക്ട് ചെയ്തു? 900 റുപ്പിയും 8 10 റുപ്പി നോട്ടും 3 1 റുപ്പി കോയിൻസ്. അപ്പൊ എത്ര ടോട്ടൽ? എത്ര 100 ഉണ്ട്? 900. എത്ര 10 റുപ്പി ഉണ്ട്? 8 അല്ലെ. 8 10 വെച്ചാൽ 80 റുപ്പി. അപ്പൊ 8 നമ്മൾ ഇവിടെ പ്ലേസ് വാല്യൂ എങ്ങനെ നോക്കുക? ഫസ്റ്റ് ഉള്ളതാണ് 100, അടുത്ത നെക്സ്റ്റ് നമ്പർ 10 ആണ്, ലാസ്റ്റ് വരുന്നതാണ് 1. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്, നമ്പേഴ്സ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ 900 8 10 3 1 എന്ന് വെച്ചാൽ 983. പക്ഷെ ഇതേപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് അടുത്ത് നമ്മുടെ ഫോക്സിന്റെ എഴുതാൻ പറ്റില്ല. കാരണം നമ്മുടെ 10 റുപ്പിയിൽ 2 ഡിജിറ്റ് നമ്പർ ആണ് കൊടുത്തിരിക്കുന്നത്. 10ല് 2 ഡിജിറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം അല്ലാണ്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ക്രൊക്കഡൈലിന് ചെയ്ത പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആൻസർ തെറ്റും. അപ്പൊ എങ്ങനെ ചെയ്യേണ്ടത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയാം. ഇവിടെ 1 ഒന്നും ഇല്ല കേട്ടോ, 1 ഇല്ല. ഇല്ലാന്നെങ്കിൽ എന്ത് ചെയ്യുക? അവിടെ ഒന്നുമില്ല. അപ്പൊ ഇവിടെ 0 ആണ്. ഒന്നും ഇല്ലാന്നെങ്കിൽ അതിന്റെ അർത്ഥം 0 എന്നാണ്. അപ്പോൾ എഴുതൊന്നും വേണ്ട, 0 ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ 2 ഡിജിറ്റ് നമ്പർ അല്ലേ. അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ഫസ്റ്റ് ഡിജിറ്റ് കണ്ടോ, ഈ 10ന്റെ ഈ ഫസ്റ്റ് ഡിജിറ്റിനെ നമ്മൾ 100നോടൊപ്പം കൊണ്ടുപോയിട്ട് പ്ലസ് ചെയ്യുക. അപ്പൊ ഇവിടെ എന്താവും? ഈ 1 7ന്റെ കൂടെ പോയി പ്ലസ് ആവും. 1 പ്ലസ് ചെയ്തു. അപ്പൊ ഇവിടെ എന്തായി ആൻസർ? എത്ര 100 ആയി? 800 ആയി. മനസ്സിലായല്ലോ? 800. അപ്പൊ ഇവിടെ എന്തില്ല? ഇനി 1 ഇല്ല. ബാലൻസ് എന്താ ഉള്ളൂ? 4 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതാം? 800. അതുപോലെ 10ന്റെ അവിടെ എന്ത് എഴുതി? നമ്മൾ 4 എഴുതി. 1ന്റെ അവിടെ ഒന്നുമില്ല, അപ്പൊ 0 കൊടുത്തു. അപ്പൊ 840. അടുത്തത് നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതിക്കൂടെ? എത്ര 100? 700 ഉണ്ട്, 8 10 ഉണ്ട്, 5 1 ഉണ്ട്. ഇതുപോലെ എഴുതുക. അതേപോലെ അടുത്തതും ഒന്ന് ട്രിക്കി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉത്തരം തെറ്റും. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? 1 കൊടുത്തിട്ടുണ്ട് അല്ലെ. 1 ആണ്, ഇത് 1 ആണ് നമുക്ക് അറിയാലോ. അപ്പൊ ഇവിടെ 1ന്റെ അവിടെ നമ്മൾ എന്ത് എഴുതുക? 9 എഴുതാം. അത് കറക്റ്റ് ആണ്. അടുത്തത് നോക്കൂ, ഇവിടെ 10 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു 2 ഡിജിറ്റ് ഉണ്ടെങ്കിൽ ആദ്യത്തെ നമ്പർ എങ്ങോട്ട് പോകും? 100ന്റെ അടുത്തോട്ട് പോകും. അപ്പൊ ഇവിടെ എന്താണ്? ഈ 1 എങ്ങോട്ട് വരും? ഇവിടെ ഉണ്ടാവില്ല. ഈ 1 ഇവിടെയാണ് വരിക. ഓക്കെ, ഇവിടേക്ക് വരും. അപ്പൊ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഓൾറെഡി 9 കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ 9 എഴുതി കഴിഞ്ഞാൽ ഇവിടെ എന്താ ആൻസർ? 10 ആവും. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക? 9 എന്ന് 1 കുറച്ച് എഴുതുക, 8. അപ്പൊ 8 + 1 എന്തായി? 9 and 0 അടുത്തത് 9. അപ്പൊ 999. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതുപോലെ എന്തെഴുതാൻ പറയും? നമ്മൾ നമ്പർ തന്നിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിനെ 100 എത്ര, 10 എത്ര, 1 എത്ര എന്ന് എഴുതാൻ പറയും. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. മാർക്ക് ചെയ്ത് വെക്കുക, പഠിക്കുക. അടുത്തത് Chucky Kite collected 785 rupees. What are the ways in which she could have got this? See how some of her friends thought about this. അതായത് ചക്കി എന്ത് ചെയ്തു? എത്ര കളക്ട് ചെയ്തു? ചക്കി കൈറ്റ് കളക്ട് ചെയ്തത് 785 റുപ്പീസ് കളക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ രീതിയിൽ, അതായത് ഏതൊക്കെ നോട്ട് എങ്ങനെയൊക്കെ രീതിയിലായിരിക്കാം 785 റുപ്പീസ് കളക്ട് ചെയ്തിട്ടുണ്ടാവുക? അപ്പൊ ഓരോരുത്തരും ആൻസർ പറയാണ് കേട്ടോ. എങ്ങനെയൊക്കെ ആയിരിക്കാം ചക്കി 785 കളക്ട് ചെയ്തിട്ടുണ്ടാവുക? എങ്ങനെയൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടാവും? അപ്പൊ ആദ്യം തീരെ എന്താ പറയുന്നത് നോക്കൂ. 700, അപ്പൊ 10s എഴുതിയിട്ടുണ്ട്, 1s ഉണ്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതാം. നമ്മൾ 3 ഡിജിറ്റ് നമ്പറിൽ 100ഉം 10സും 1സും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ എളുപ്പമാണ് അല്ലെ. ഓരോ പ്ലേസിലുള്ള വാല്യൂ എടുത്ത് എഴുതിയാൽ മതി. അതായത് 100ന്റെ അവിടെ 7 ആണ്, അപ്പൊ 7 എഴുതി. അത് 10ന്റെ അവിടെ എത്രയാ? 8 ആണ്, അപ്പൊ 8 എഴുതണു. 1ന്റെ അവിടെ 5 ആണ്, 5. അപ്പൊ 7 100s, 8 10s, 5 1s. അതേപോലെ 1s മാത്രമേ ഉള്ളുവെങ്കിലും എളുപ്പമാണ്. എന്താണ്? 1s മാത്രമേ ഉള്ളുവെങ്കിൽ അവിടെ എത്രയാണോ നമ്മുടെ ടോട്ടൽ നമ്പർ എത്രയാണോ ആ നമ്പർ അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. അപ്പൊ 785 1s. ഇനി അതല്ല 10s ഇല്ല എങ്കിൽ, നമ്മുടെ നടുക്കുള്ള 10s ഇല്ല എങ്കിൽ 100ന്റെ അവിടെ വാല്യൂ എഴുതിയിട്ടുണ്ടെങ്കിൽ 700 എഴുതിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള നമ്പർ എത്രയാണ്? 85. അപ്പൊ 85 1s. അടുത്തത് 78, 7ന്റെ കൂടെയാണ് 8നെ ചേർത്ത് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പൊ 78 ആണെങ്കിൽ അതായത് 100ന്റെ കൂടെ 10ഉം കൂടെ ചേർത്തിയാണ് നമ്പർ എഴുതിയിരിക്കുന്നതെങ്കിൽ എന്ത് എഴുതണം? 10s ആണ് വരിക. 78 10s, 5 1s.
അടുത്തത് പ്ലസ് ചെയ്യണതാണ്. 700 പ്ലസ് 5 എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വിട്ടുപോയത് എത്രയാ? അവിടെ എത്ര 100 എഴുതിയിട്ടുണ്ട്? 700 എഴുതിയിട്ടുണ്ട്. അപ്പൊ എത്ര ടെൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞു? 8 ടെൻസ്. 8 tens are 80. 80 plus 5. 700 plus 80 plus 5. 785. അടുത്തത് ഇവിടെ ടെൻസ് 70 ടെൻസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ 85 എന്താണ് വരിക? വൺസ്. അടുത്തത് ഇവിടെ ഒരു 100 കുറച്ചാണ് എഴുതി. അപ്പൊ അടുത്ത എങ്ങനെ എഴുതാൻ നമുക്ക്? ഇവിടെ 600s ആണ്. 600s ആണ്. അപ്പൊ എത്ര ടെൻസ് എന്നാണ് നമ്മൾ പറഞ്ഞത്? 8 ടെൻസ് അല്ലേ? അപ്പൊ 8 ടെൻസ് എന്തായി മാറും? 18 ആയി മാറും. അതായത് ഇവിടെയുള്ള ഈ ഒരു 1 ഇല്ല, നമ്മൾ 1 കുറച്ചിട്ടാണ് എഴുതിക്കുന്നത്. അതായത് ശരിക്കും എത്ര 100 ആണ്? 700 ആണ്. ആ 700 കുറച്ച് 600 ആണ് എഴുതിയിരിക്കുന്നത്. ആ കുറച്ച് മൈനസ് ചെയ്ത 100 താഴെ വരും, അതായത് 10ന്റെ കൂടെ വരും. ഇവിടെ ഓൾറെഡി എത്ര ടെൻസ് ആണുള്ളത്? 8 ടെൻസ് ഉണ്ട് അല്ലേ? ഇവിടെ 8 ആണ് കേട്ടോ. 18 ആണ് ആൻസർ. ഇതാ 8 ടെൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ 8 ടെൻസിന്റെ കൂടെ ഒരു എന്തും കൂടെ കൂടും? 100, അതായത് ഇവിടെ എഴുതേണ്ട 1 കൂടെ ചേരും. അപ്പൊ 18 ടെൻസ് ആകും. 5 വൺസ്. അടുത്തത് 600 പ്ലസ് എത്രയാണ്? 785. മൈനസ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. 175. ഇതേപോലെ എന്ത് ചെയ്യാനാണ് പറയണത്? Write in your notebook the different ways of splitting 909 rupees collected by കുഞ്ഞൻ owl. അപ്പൊ ഇതേപോലെ കുഞ്ഞൻ owl കളക്ട് ചെയ്തിട്ടുള്ള 909 റുപ്പീസിനെ ഇതേപോലെ എഴുതാനാണ് പറയുന്നത്. എളുപ്പമല്ലേ? 909 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 9 hundreds, 9 ones. പിന്നെയോ 909 ones അല്ലേ? ഇങ്ങനെ എഴുതാം. പിന്നെ എങ്ങനെ എഴുതാം? 90 tens, 9 ones. 900 പ്ലസ് 9. അങ്ങനെ പല ഡിഫറെന്റ് വേയിൽ എഴുതാൻ പറ്റില്ല. അതെന്ത് ചെയ്യുക? നോട്ട്ബുക്കിൽ എഴുതാനാണ് പറയണത്. എഴുതി നോക്കുക. അടുത്ത ടോപ്പിക് ഈറ്റിംഗ് കോൺടെസ്റ്റ് ആണ്. Mallan elephant is making bundles of sugarcane for the eating contest. He has made 20 bundles of 100 each. How many sugarcanes in all? അപ്പോൾ ഇവിടെ ഒരു മത്സരം നടക്കുകയാണ് കേട്ടോ. തീറ്റ മത്സരം നടക്കാൻ പോവാണ്. അപ്പൊ അതിനായിട്ട് എന്ത് ചെയ്യാണ്? ഷുഗർകെയിൻ ആണ്. He has made 20 bundles of 100 each. അതായത് 100 വരുന്ന 20 ബണ്ടിൽസ് ആണ് ആരെടുത്തിരിക്കുന്നത്? നമ്മുടെ മല്ലൻ എലിഫന്റ് എടുത്തിരിക്കുന്നത് അല്ലേ? ഹൗ മെനി ഷുഗർകെയിൻ ഇൻ ഓൾ? അങ്ങനെയാണെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എത്ര ഷുഗർകെയിൻ ഉണ്ട്? ടോട്ടൽ എത്ര ഷുഗർകെയിൻ ഉണ്ട്? ഇതാണ് ചോദ്യം. അപ്പൊ അത് നമുക്ക് ടോട്ടൽ ഷുഗർകെയിൻ കണ്ടുപിടിക്കാം അല്ലെ? 20 ബണ്ടിൽസ്, 20 കെട്ടുണ്ട്. ഒരു കെട്ടിൽ 100 എണ്ണം, അങ്ങനെ 20 കെട്ടാണുള്ളത്. അപ്പൊ എത്രയായിരിക്കും ആൻസർ? എത്ര ടോട്ടൽ എത്ര എന്തുണ്ട്? ഷുഗർകെയിൻ ഉണ്ട് എന്നാണ് ആദ്യം കണ്ടെത്തേണ്ടത്. നമുക്ക് അത് ആദ്യം നോക്കാം. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 20 ഉണ്ട്, 100 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 100 20 ടൈംസ് എഴുതുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതിയിട്ട് നമ്മളിവിടെ ഇൻറ്റു ചെയ്യാൻ അറിയാമെങ്കിൽ ഇൻറ്റു ചെയ്യാം. 20 into 100. ഓക്കെ, 100 ഈക്വൽ എത്രയാണത്? 2 ആണ് അല്ലേ? ഈ 2ഉം ഈ 1ഉം കൂടി ഇൻറ്റു ചെയ്ത് എത്രയാണ്? 2 into 1 2. എന്നിട്ട് ഇവിടെ എത്ര സീറോസ് ഉണ്ട്? 1 2 3. എത്ര സീറോയാ? 1 2 3. എന്താ ആൻസർ വരുന്നത്? 2000. എത്ര ഷുഗർകെയിൻ ഉണ്ട് ടോട്ടൽ? ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കണ്ടെത്തുന്ന ഒരു മാർഗമാണ്. ഇതല്ല നിങ്ങൾക്ക് ക്ലാസ്സിൽ മൾട്ടിപ്ലിക്കേഷൻ ഞാൻ താഴെ എഴുതി 100 into 20 ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങൾക്ക് ഇൻറ്റു ചെയ്യാൻ ടീച്ചർ പറഞ്ഞു തരികയാണെങ്കിൽ എങ്ങനെയാണോ ടീച്ചർ പറഞ്ഞു തരുന്നത് അതുപോലെ പഠിച്ചു വെക്കുക. അതല്ല എളുപ്പത്തിൽ നമുക്ക് ഇൻറ്റു ചെയ്യുന്ന ഒരു മാർഗമാണിത് കേട്ടോ. അപ്പൊ മൊത്തം എത്ര ഷുഗർകെയിൻ ഉണ്ട് നമ്മൾ കണ്ടെത്തി? 2000 ഷുഗർകെയിൻ ഉണ്ട്. ഇനി അടുത്ത ചോദ്യം. Jimban giraffe, Balu bear and Tingu donkey agreed to carry the sugarcane bundles to the spot. How many bundles did each carry? അപ്പോൾ ഓരോ മത്സ്യം നടക്കുന്നിടത്തേക്ക് ഓരോരുത്തരായിട്ട് എന്ത് കൊണ്ടുപോവാണ്? ഈ ബണ്ടിൽസ് കൊണ്ടുപോവുകയാണ് കേട്ടോ. ആരൊക്കെ കൊണ്ടുപോണത്? ജിറാഫും ബാലു ബിയറും ടിങ്കു ഡോങ്കിയും കൂടിയാണ് കൊണ്ടുപോണത്. അപ്പൊ ഓരോരുത്തരും എത്ര ബണ്ടിൽസാണ് കൊണ്ടുപോയിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജിറാഫ് കൊണ്ടുപോയിരിക്കുന്നത് 6 ബണ്ടിൽസ് ആണ്.
അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഷുഗർ കെയിൻ എത്രയാണ്? നമ്പർ ഓഫ് ഷുഗർ കെയിൻസ് എത്രയാണെന്നാണ് ചോദ്യം. 6 ബണ്ടിൽസ്. അപ്പോൾ ഒരു ബണ്ടിൽ എത്രയുണ്ട്? ഒരു ബണ്ടിൽ 100. അപ്പോൾ 6 ബണ്ടിൽസ് എന്ന് വെച്ചാൽ 600 ചേരുന്നത് എത്രയെന്നാ പറഞ്ഞത്? 600 അല്ലേ? 6 നൂറുകൾ ചേർന്നാൽ 600, 600. അടുത്തത് ബാലു ബിയറോ 10 ആണ്. 10 100 ചേർന്നാൽ എത്രയാണ്? 1000. അങ്ങനെയാണെങ്കിൽ ഡോങ്കി എത്ര ബണ്ടിൽസ് കൊണ്ടുപോയിട്ടുണ്ടാവും? ഇത് നമ്മൾ കണ്ടെത്തിയ ആൻസർ ആണ്. എങ്ങനെ കണ്ടെത്തും? നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ എത്ര ബണ്ടിലാണ്? 20 ആണ് അല്ലേ? അപ്പൊ ഇവിടെ ഒരാൾ 6 കൊണ്ടുപോയി, അടുത്ത ആൾ 10 കൊണ്ടുപോയാൽ 20 ബാലൻസ് എത്രയാണ് ഉള്ളത്? 10 + 6 എത്രയാ? 16. 20 16 മൈനസ് ചെയ്ത ആൻസർ എത്രയാ? 4. അപ്പൊ ഡോങ്കി എത്ര കൊണ്ടുപോയിട്ടുണ്ടാവും? 4 ആണ് അല്ലേ ആൻസർ. അപ്പൊ 400s are 400. മനസ്സിലായോ? എങ്ങനെയാണ് നമ്മൾ ആ ഫോർമുല ആൻസർ കിട്ടിയത്? അപ്പോൾ അടുത്തത് 2000 mangoes were stored for the contest. They are kept in 4 sacks, each containing the same number of mangoes. How many in each? എന്ന് വെച്ചാൽ ടോട്ടൽ ആയിട്ട് 2000 mangoes ആണ് ഉള്ളത്. അതിനെന്ത് ചെയ്തു? 4 ചാക്കുകൾ തുല്യമായി വീതിച്ചു. അങ്ങനെയാണെങ്കിൽ ഓരോ ചാക്കിലും എത്ര എന്നാണ് ചോദ്യം കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 2000ന്റെ ഹാഫ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. 2000ന്റെ ഹാഫ് എത്രയാണ് അറിയോ നിങ്ങൾക്ക്? 2000ന്റെ ഹാഫ് എന്ന് പറയുന്നത് 1000 ആണ്. എന്ന് വെച്ചാൽ 2000 എടുത്താൽ എത്രയായി? 2000 ആയില്ലേ? പേരിൽ തന്നെ ഉണ്ട് അല്ലേ? ഈ നമ്പർ എങ്ങനെ നമുക്ക് വായിക്കുക? 2000 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? 2 നൂറുകൾ, 2 ആയിരങ്ങൾ എന്നാണ് അർത്ഥം അല്ലേ? അപ്പൊ 2000 2000 എന്ന് വെച്ചാൽ 2000ന്റെ ഹാഫ് എന്ന് പറയുന്നത് എന്താ? 1000. അപ്പൊ നമുക്ക് അതിന്റെ ഹാഫ് കിട്ടി. ഇവിടെ എന്താ പറയണത്? 4 ആണ് അല്ലേ? 4 എണ്ണമാണ്. അപ്പൊ 1000ന്റെ ഹാഫ് എത്രയാണ്? 1000ന്റെ ഹാഫ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. 1000ന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താ? 500 നമ്മൾ പഠിച്ചതാണ്. അപ്പൊ 500. അപ്പൊ എത്ര? 4 500കൾ. നമുക്കറിയാം 2 ആയിരങ്ങൾ ചേരുന്നതാണ് 2000, 2000. അങ്ങനെയാണെങ്കിൽ 2000നെ 4 ഈക്വൽ ആക്കുകയാണെങ്കിൽ, 4 പാർട്ട് ആക്കുകയാണെങ്കിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? 500 ആണ്. മനസ്സിലായല്ലോ? 2000ന്റെ 1/4 എന്ന് വെച്ചാൽ 2000നെ നമ്മൾ 4 തുല്യമായിട്ട് നമ്മൾ വീതിക്കുകയാണ്. 4 ആക്കി തുല്യമായി വീതിച്ചാൽ 500 + 500 + 500 + 500 എന്താണ് ആൻസർ വരിക? 2000. അടുത്തത് വാട്ടർ ഡ്രിങ്കിങ് കോൺടെസ്റ്റ് ആണ്. വെള്ളം കുടി മത്സരം നടക്കാൻ പോവാണ്. Those who have given their name for the water drinking competition please report at once. അപ്പോൾ വെള്ളം കുടി മത്സരം നടക്കാൻ പോവാണ് അല്ലേ? There are barrels containing 30 liters, 20 liters and 10 liters of water. The one who drink the most is the winner. എന്താണ് പരിപാടി? അതായത് ഇവിടെ എന്താണ്? ബാരൽസ് ഉണ്ട്. 30 ലിറ്റർ 20 ലിറ്റർ ഇവിടെ തെറ്റി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എത്ര ലിറ്റർ ആണ്? 30 ആണോ? ഇത് 50 ആണ്. ഇതിവിടെ 30 തെറ്റി കൊടുത്തിരിക്കുകയാണ്. ഇത് 50 ആണ് കേട്ടോ. 50 ആണ്. അപ്പൊ വെള്ളം കൂടി മത്സരം നടക്കാൻ പോവാണ്. അതിലുള്ള പാത്രങ്ങൾ എത്ര ലിറ്റേഴ്സിന്റെ ആണ്? 50 ലിറ്റേഴ്സിന്റെ ഉണ്ട്, 20 ലിറ്റേഴ്സിന്റെ, 10 ലിറ്റേഴ്സിന്റെ ഉണ്ട്. അപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്നത് അവരാണ് മത്സരത്തിൽ ജയിക്കുക. മനസ്സിലായല്ലോ? See how much each has drunk, complete the table. അപ്പോൾ ഓരോരുത്തരും കുടിച്ച വെള്ളം കുടിച്ചതിന്റെ ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എത്ര ലിറ്റർ കുടിച്ചു എന്നാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ ലിറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആരാണ് മത്സരത്തിൽ ജയിച്ചത് എന്ന് നമ്മൾ കണ്ടെത്തണം കേട്ടോ. അപ്പൊ ഇവിടെ ജിംബൻ ജിറാഫ് 50 ലിറ്റർ, 20 ലിറ്റർ, 10 ലിറ്ററിന്റെ 150 ലിറ്റർ, 3 20 ലിറ്റർ, 1 10 ലിറ്റർ. അപ്പൊ എത്ര ടോട്ടൽ ലിറ്റർ ആയി? ഒരു 50 20 ലിറ്റർ 3 എന്ന് വെച്ചാൽ 20 + 20 + 20 3 ടൈംസ് എഴുതി പ്ലസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ 3ന്റെ കൂടെ ഇൻറ്റു ചെയ്ത് നോക്കുക. 20 + 20 + 20 എത്രയാണ്? 60. ഒരു 10. 50 + 60 + 10 120 ലിറ്റർ കുടിച്ചു അല്ലേ? അടുത്തത് കൊമ്പൻ എലിഫന്റ് 350 ലിറ്റർ. 350 ലിറ്റർ വെച്ച് എത്രയാ? 50 + 50 + 50 150 പ്ലസ് 420 20 + 20 + 20 + 20 അതല്ലെങ്കിൽ 20 × 4 ചെയ്താലും മതി. എത്ര ആൻസർ? 80. 210 വെച്ചാൽ 2 10s are 20. അപ്പൊ ടോട്ടൽ 250. അടുത്തത് ചിണ്ടു ബിയർ 50 ലിറ്ററിന്റെ ഒന്നും കുടിച്ചില്ല. 20 ലിറ്ററിന്റെ 2ഉം 10 ലിറ്ററിന്റെ 2ഉം എന്ന് വെച്ചാൽ 40 + 20 60.
കുട്ടൻ ക്യാമലും എന്താണ് 50 ലിറ്ററിന്റെ കുടിച്ചിട്ടില്ല, 20 ലിറ്ററിന്റെ 5ഉം 10 ലിറ്ററിന്റെ 10ഉം. അപ്പൊ എത്രയാ? 20 ലിറ്ററിന്റെ 5 എന്ന് പറയുമ്പോൾ എന്താ 25 ടൈംസ് എഴുതി പ്ലസ് ചെയ്യുക, 100 പ്ലസ് 10 ലിറ്ററിന്റെ 10 എന്ന് വെച്ചാൽ 10 into 10s are 10 10s are എത്ര നമ്മൾ പഠിച്ചത്? 10 10s are 100. 100 plus 100 200. അടുത്തത് മല്ലൻ ടൈഗർ കുടിച്ചത് നമ്മളിവിടെ എഴുതണം. ഇവിടെ ടോട്ടൽ ലിറ്റർ കൊടുത്തിട്ടുണ്ട് 80 ആണ്. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം നമുക്ക്? നിങ്ങൾ 50 ലിറ്ററിന്റെ എന്ത് എഴുതാം? 50 ലിറ്ററിന്റെ 1 എഴുതാം, 20 ലിറ്ററിന് 1 എഴുതാം, 10 ലിറ്ററിന് 1 എഴുതാം. അങ്ങനെയാണെങ്കിലും എന്താ വരിക? 80 ആൻസർ വരും അല്ലേ? അപ്പൊ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ടോട്ടൽ എന്തേ ആവാൻ പാടുള്ളൂ? 80 ആവാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ 20 ലിറ്ററിന് 2 എഴുതിയിട്ടുണ്ട്, 10 ലിറ്ററിന് 4 എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്താ വരിക? 20 ലിറ്ററിന് 2 പറഞ്ഞാൽ 40, 10 ലിറ്ററിന്റെ 4 എന്ന് പറഞ്ഞാൽ 40, 40 plus 40 80. അങ്ങനെ ഇങ്ങനെയും എഴുതാം കേട്ടോ. അടുത്തത് ചില്ലു ബൈസൺ കുടിച്ചത് 100 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ടോട്ടല്? ടോട്ടലാണ് 100. അങ്ങനെയാണെങ്കിൽ എത്ര എമൗണ്ട് എങ്ങനെ കുടിച്ചിട്ടുണ്ടാവും? ഏതൊക്കെ ലിറ്റർ കുടിച്ചിട്ടുണ്ടാവും? 50 ലിറ്ററിന്റെ 2, 50 ലിറ്ററിന്റെ 50 ലിറ്റേഴ്സ് 2 ടൈംസ് കുടിച്ചു. അപ്പൊ എന്തായി? 100 ആയി. ഹൂ വോൺ? ആര് ജയിച്ചു? ഏറ്റവും കൂടുതൽ ലിറ്റർ കുടിച്ചിരിക്കുന്നത് ആരാണ്? 250 എന്ന് വെച്ചാൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 250. അപ്പൊ ആര് ജയിച്ചു? കൊമ്പൻ എലിഫന്റ് ആണ് ജയിച്ചിരിക്കുന്നത്. ഹൂ വോൺ? കൊമ്പൻ എലിഫന്റ്. ആൻഡ് തിങ്ക് ഓഫ് 250 liters barrels of water. How many 20 liter barrels contain the same amount of water? അതായത് 250 liter barrel of water എടുത്തു, അത് നമ്മൾ 20 liter barrel-ലാണ് എടുക്കുന്നതെങ്കിൽ എത്ര? അതായത് how many 20 liter barrels containing the same amount of water? എത്ര 20 liter barrels ആണ് സെയിം എമൗണ്ട് 250 liter barrel of water contain ചെയ്യുക എന്ന് വെച്ചാൽ 250 liter barrel of water എന്ന് വെച്ചാൽ എത്രയാണ്? നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? 50 liter barrel എന്ന് വെച്ചാൽ 50 plus 50 100 liter water. അപ്പൊ 100 liter water കൊള്ളണമെങ്കിൽ എത്ര 20 ലിറ്ററിന്റെ പാത്രം വേണം? എത്ര എണ്ണം വേണം? 20 എത്ര തവണ പ്ലസ് ചെയ്യുന്നതാണ് 100? 5 ടൈംസ് അല്ലേ? അപ്പൊ 20 plus 20 plus അങ്ങനെ 25 ടൈംസ് എഴുതുന്നതല്ലേ 100? അപ്പൊ 5 ബാരൽസ് ആണ് ആവശ്യം. അപ്പൊ എത്ര എണ്ണം വേണം? 5 ബാരൽസ് ആണ് ആവശ്യം. ആൻഡ് ഹൗ മെനി 10 ലിറ്റർ ബാരൽ? അങ്ങനെയാണെങ്കിൽ ഇതേ 100 ലിറ്റർ വെള്ളം കൊള്ളാൻ 10 ലിറ്ററിന്റെ എത്ര എണ്ണം വേണമെന്നാണ് ചോദ്യം. അതായത് 10 എത്ര തവണ കൂട്ടുമ്പോഴാണ് 100 ആവുക? നമ്മൾ പറഞ്ഞിരുന്നു 10 10s are 100 എന്ന് വെച്ചാൽ 10 തവണ കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുക? 100 കിട്ടുക. അപ്പൊ എത്ര പാത്രം വേണം? 10 എണ്ണം. ഡോണ്ട് യു നോ that we won't have enough water during summer? Please don't waste water. എന്താ പറയണത്? വെള്ളം പാഴാക്കരുത് അല്ലേ? നമുക്കറിയാം വേനൽക്കാലങ്ങളിൽ എത്രത്തോളം വെള്ളം കിട്ടാതെ എത്ര പേരാണ് ബുദ്ധിമുട്ടുന്നത് അല്ലേ? അപ്പൊ വെള്ളം എന്ത് ചെയ്യരുതെന്നാ പറയണത്? വെള്ളം ഒരിക്കലും പാഴാക്കരുത് കേട്ടോ. Write the amount of water each has drunk in the ascending order. അപ്പൊ ഇവിടെ ഓരോരുത്തരും കുടിച്ച വെള്ളത്തിന്റെ അളവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് എന്ത് ചെയ്യുക? അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് അറിയാലോ? ചെറുതിൽ നിന്നും വലുതെന്ന ഓർഡറിൽ എഴുതുക കേട്ടോ. ഇതുപോലെ ആദ്യം 60, then 80, 100, 120, 200, 250. മനസ്സിലായല്ലോ? അസെൻഡിങ് ഓർഡറിലാണ് ഇവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് പേജ് ഗിഫ്റ്റ് കൂപ്പൺസ് ആണ് കേട്ടോ. Kangaroo Sports gave a gift coupon worth 900 rupees to each of the contestants in the first 3 positions. Each could choose 3 items. Which items would they have chosen? അതായത് എന്താ പറയണത്? മത്സരത്തിൽ ജയിച്ച ആൾക്കാർക്ക് ഫസ്റ്റ് 3 പൊസിഷനിൽ വന്ന ആൾക്കാർക്ക് 900 റുപ്പീസിന്റെ ഐറ്റംസ് എന്ത് ചെയ്യാണ്? ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ എന്ത് വേണമെങ്കിലും 3 ഐറ്റംസ് സെലക്ട് ചെയ്യാം. അപ്പം ഫസ്റ്റ് പൊസിഷനിൽ വന്ന 3 ആൾക്കാരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് 3 ആൾക്കാർക്കും ഇവിടെ ഈ കാണുന്ന ഐറ്റത്തില് ഏത് 3 എണ്ണം വേണമെങ്കിലും ഇവർക്ക് എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം. പക്ഷെ എന്താവാൻ പാടുള്ളൂ? കൂപ്പൺ എത്ര രൂപയുടെയാണ്? 900 റുപ്പീസ്. അപ്പൊ ടോട്ടൽ എന്താവാൻ പാടുള്ളൂ? ഒരാൾക്ക് 900 റുപ്പീസ് ആണ് ആവാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ ടൈഗർ എന്ത് ചൂസ് ചെയ്തിട്ടുണ്ടാവും നമുക്ക് നോക്കാം. ഷൂസ് 600, ജേഴ്സി 200, ചെസ് ബോർഡ് 100. ആൻസർ എത്രയാ? 600 plus 200 plus 100 900. അടുത്തതോ ക്രോ ആണ് തോന്നുന്നു അല്ലേ? അടുത്ത ക്രോ നെറ്റ് 400, വോളിബോൾ 350, ഗ്ലൗസ് 150. അപ്പൊ 400 plus 350 എത്രയാണ് ആൻസർ? 750. ഗ്ലൗസും കൂടെ പ്ലസ് ചെയ്താൽ ആൻസർ എത്രയാണ് വരിക? 900. അടുത്തതോ ഡോൾഫിന് ചെസ് ബോർഡ് 100, ഫുട്ബോള് 650,
cricket ball 50. 100 plus 650 750 plus 50 എത്രയാണ് 750 plus 50 800 ആയിട്ടുള്ളൂ അല്ലേ. ചെസ് ബോർഡ് 100 ആണ്, ഫുട്ബോൾ 650. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഐറ്റം ചേഞ്ച് ചെയ്യണം അല്ലേ. വേണമെങ്കിൽ നമുക്ക് ഇവിടെ മാറ്റി കൊടുക്കാം, ജേഴ്സി കൊടുക്കാം അല്ലേ. അപ്പൊ 200 ആവും. അതായത് ഇവിടെ നമ്മളിവിടെ എമൗണ്ട് കമ്മിയായി പോയി. 650 plus 50 എന്തായി 700 ആണ്. 100 ആവുമ്പോൾ എന്താവും 800 ആയുള്ളൂ. അപ്പൊ നമുക്ക് ചെസ് ബോർഡ് മാറ്റിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, ജേഴ്സി കൊടുക്കുക അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇതിൽ ഏത് ഐറ്റംസ് വേണമെങ്കിലും ഇതുപോലെ ചേർത്ത് എഴുതാം. ആൻസർ ടോട്ടൽ എന്ത് വേണം 900 ആവണം കേട്ടോ. അപ്പൊ ഇവിടെ നമ്മളിവിടെ ചെസ് ബോർഡ് തെറ്റി കൊടുത്തതാണ്. ഇവിടെ നമുക്ക് ജേഴ്സി കൊടുക്കുക. ജേഴ്സി കൊടുത്തിട്ടുണ്ടെങ്കിൽ ജേഴ്സി എന്ന് എഴുതുക. അപ്പൊ ഇവിടെ എമൗണ്ടും കൂടി ചേഞ്ച് ചെയ്യുക കേട്ടോ. 200 ആക്കുക. മനസ്സിലായല്ലോ. എന്താക്കുക 200 ആക്കുക. അപ്പൊ എന്താവും ടോട്ടൽ 900 ആവും. മനസ്സിലായില്ലേ. നെക്സ്റ്റ് ചിൽഡ്രൻസ് കോൺടെസ്റ്റ്. Mittu Rabbit is preparing chess numbers for the children's contest. അപ്പൊ അങ്ങനെ കുട്ടികളുടെ മത്സരം നടക്കാൻ പോവാണ്. അതിനായിട്ട് മിട്ടു റാബിറ്റ് എന്ത് ചെയ്യാണ്, ചെസ് നമ്പർ തയ്യാറാക്കുകയാണ്. ചെസ് നമ്പേഴ്സ് ഫ്രം 10 to 20 are made for the 100-meter race. How many cards are there? എന്താ ചോദ്യം. അതായത് 10 തൊട്ട് 20 വരെ ചെസ് നമ്പർ 10 തൊട്ട് 20 വരെ ഉള്ള ആൾക്കാര് 100-meter റേസിലാണ് പങ്കെടുക്കാൻ പോകുന്നതെങ്കിൽ എത്ര കാർഡ് ഉണ്ടാക്കണം എന്നാണ് ചോദ്യം. അതായത് 10 തൊട്ട് ഫ്രം 10 എന്നാണ് പറഞ്ഞത്. 10 തൊട്ട് 20 വരെ, ബിറ്റ്വീൻ അല്ല പറയുന്നത്. 10 തുടങ്ങിയിട്ട് 20 എന്ന നമ്പർ വരെയുള്ളവർ എവിടെയാണ് 100 മീറ്ററിന്റെ റേസിലാണ് പങ്കെടുക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര കാർഡ് വേണം. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്യുക, എളുപ്പം കണ്ടെത്താൻ എങ്ങനെ എളുപ്പം ചെയ്യാന്ന് പറയാം. നിങ്ങൾ ഇരുന്ന് എണ്ണാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ നോക്കൂ 60 to 100. അതായത് ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ഒരു ഭാഗം ശ്രദ്ധിക്കണം. ഫ്രം അതായത് ക്വസ്റ്റ്യനിൽ ഫ്രം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ നോക്കുക കേട്ടോ. ഫ്രം എന്ന് പറഞ്ഞാൽ ആ നമ്പറിൽ നിന്ന് തുടങ്ങുകയാണ്. അതായത് ഫ്രം 10 എന്ന് വെച്ചാൽ 10ൽ നിന്നും എന്നാണ് അതിന്റെ അർത്ഥം. അതായത് നിങ്ങൾ അപ്പോൾ 10 to 20 പറയുമ്പോൾ നിങ്ങൾ 11 12 അങ്ങനെ എണ്ണരുത്. 10 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 10 11 12. അപ്പൊ നമുക്ക് വലിയ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇരുന്ന് എണ്ണാൻ പറ്റില്ല അല്ലെ. അപ്പൊ വലിയ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് എണ്ണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഏതൊക്കെയാണോ ആ രണ്ട് നമ്പേഴ്സ് നോക്കുക. 10 to 20. അപ്പൊ ഏതൊക്കെയാണ് രണ്ട് നമ്പേഴ്സ് 10ഉം 20ഉം. അതില് വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ മൈനസ് ചെയ്തിട്ട് അതിന്റെ കൂടെ +1 ചെയ്യുക. എന്ത് ചെയ്യുക, +1. ഒന്ന് അതിന്റെ കൂടെ പ്ലസ് ചെയ്യുക. അതാണ് അവിടെ നമുക്ക് കണ്ടെത്തേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ടോട്ടൽ നമ്പർ കിട്ടുക, ടോട്ടൽ നമ്പേഴ്സ് കിട്ടുക. ഇവിടെ ഹൗ മെനി കാർഡ്സ് എന്ന് ചോദ്യം ഇല്ലേ. അപ്പൊ ടോട്ടൽ നമ്പർ കിട്ടുന്നത് അങ്ങനെയാണ്. ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം, 20ൽ നിന്നും 10 മൈനസ് ചെയ്യുക, +1 ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും 11. ഇനി നിങ്ങൾ എണ്ണി നോക്കൂ, 10 തൊട്ട് 20 വരെ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ എത്ര നമ്പേഴ്സ് ടോട്ടൽ വരുന്നുണ്ട്, 11 വരും. നമ്മൾ വിചാരിക്കും 10 20. അപ്പൊ 20 - 10 നമ്പേഴ്സ് അല്ലേ എന്ന് വിചാരിക്കും. അല്ല, 11 നമ്പേഴ്സ് ആണ് വരിക. ടോട്ടൽ എത്ര ചെസ് നമ്പേഴ്സ് വരും, അതായത് ടോട്ടൽ എത്ര കാർഡ്സ് വരും, 11 കാർഡ്സ് ആണ് വരിക. അതേപോലെ അടുത്ത ചോദ്യം, നമ്പേഴ്സ് ഫ്രം 30 to 50 are made for the swimming contest. Numbers from 30 to 50 are made for the swimming contest. How many are given the cards? അപ്പോൾ ഇതേപോലെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കണ്ടെത്താൻ പറ്റും. 50 30 മൈനസ് ചെയ്യുക, +1 21 കാർഡ്സ് ആയിരിക്കും വേണ്ടി വരിക. നമ്പേഴ്സ് ഫ്രം 60 to 100 are for gooseberry gathering. അതായത് നെല്ലിക്ക പെറുക്കുന്ന മത്സരമാണ്. അത് 60 to 100 ആണ്. How many cards are needed for this event? അങ്ങനെ എത്ര കാർഡ്സ് വേണം, 100 - 60 +1 41 കാർഡ്സ് ആണ് ആവശ്യം. How I found the answer? ലാസ്റ്റ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ +1. മനസ്സിലായി. അപ്പൊ ഇതിങ്ങനെ കണ്ടെത്താനുള്ള ഒരു മെത്തേഡാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് ക്ലാസ്സിൽ എങ്ങനെയാണോ ടീച്ചർ പറഞ്ഞു തരുന്നത് ആ മെത്തേഡ് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പൊ ഇതും ഒരു മെത്തേഡാണ്. അടുത്ത ചോദ്യം, ഹൗ മെനി 2-digit numbers are there in all? അതായത് ടോട്ടൽ എത്ര 2-digit numbers ഉണ്ടെന്നാണ് ചോദ്യം. അതായത് നമുക്ക് അറിയാം സ്മോളസ്റ്റ് 2-digit നമ്പർ എത്രയാണ്, നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു. എത്രയാണ് ഏറ്റവും സ്മോളസ്റ്റ് 2-digit നമ്പർ 10 ആണ്. അതേപോലെ ലാർജസ്റ്റ് 2-digit നമ്പർ എത്രയാ, 99. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര 2-digit നമ്പർ ഉണ്ടെന്നാണ് ചോദ്യം. അപ്പൊ വലിയ നമ്പർ ഏതാ 99, ചെറിയ നമ്പർ ഏതാ 10. 99 - 10 +1 എത്ര ആൻസർ വരിക 90. ടോട്ടൽ 2-digit numbers are 90. How many numbers are there between 100 and 200? അതായത് ടോട്ടൽ എത്ര നമ്പേഴ്സ് ബിറ്റ്വീൻ ഉണ്ട്, 100ന്റെയും 200ന്റെയും ബിറ്റ്വീൻ എത്ര നമ്പേഴ്സ് ഉണ്ട്,
101 അല്ലേ? അപ്പൊ ഈ ചോദ്യത്തിന് രണ്ട് ഉത്തരം വരും. ഇങ്ങനെ അല്ലെങ്കിൽ ഇതിന് വരുന്ന ഉത്തരം എന്തായിരിക്കും എന്ന് വെച്ചാൽ 200 ബിറ്റ്വീൻ ആണല്ലോ ചോദ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫ്രം എന്ന് തുടങ്ങുന്നില്ല, ടോട്ടൽ അല്ല ചോദ്യം. അപ്പൊ 200 മൈനസ് 100 100ഉം ആൻസർ ആയിട്ട് വരും കേട്ടോ. ഈക്വൽ 200 മൈനസ് നമ്മൾ ബിറ്റ്വീൻ ചോദ്യം വന്നതുകൊണ്ട് 200 100 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് 100. ടോട്ടൽ 100 നമ്പേഴ്സ്. ഓക്കെ, ഇപ്പൊ ക്ലാസ്സിൽ ടീച്ചർ എങ്ങനെയാണ് പറഞ്ഞു തരുന്നത് അത് ഫോളോ ചെയ്യുക, അങ്ങനെ ചെയ്യുക. ഹൗ മെനി 3-digit നമ്പേഴ്സ് ആർ ദർ ഇൻ ഓൾ? ടോട്ടൽ 3-digit നമ്പേഴ്സ് ആണ് ചോദിക്കുന്നത്. അപ്പൊ ടോട്ടൽ 3-digit നമ്പർ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഫോർമുല ഫോളോ ചെയ്യാം. നമുക്കറിയാം 3-digit നമ്പറിൽ ഏറ്റവും സ്മോളസ്റ്റ് 3-digit നമ്പർ എന്ന് പറയുന്നത് 100 ആണ്. ലാർജസ്റ്റ് 3-digit നമ്പർ 999 ആണ്. അടുത്ത ചോദ്യം, ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 1 and 100? അതിന്റെ അടുത്ത ചോദ്യം എന്താ? ഹൗ മെനി ഈവൻ നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 1 and 100? അപ്പൊ എന്താണ്? എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്, എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട് എന്നാണ് ചോദ്യം അല്ലേ? ടോട്ടൽ എത്ര ഓഡ് നമ്പേഴ്സ് ആണ് ഉള്ളത്? 50 ഓഡ് നമ്പേഴ്സും 50 ഈവൻ നമ്പേഴ്സും ആണ് ടോട്ടൽ ആയിട്ടുള്ളത് കേട്ടോ. അടുത്ത ടോപ്പിക് കാർഡ് ഗെയിംസ് ആണ്. Me too for the number card games. Each player is given 4 cards. The winner is the one who makes the most 3-digit numbers without any repetition of digits. Look at the cards money and god. അതായത് എന്താ പറയുന്നത്? നമ്പർ കാർഡ്, ഈ നമ്പർ കാർഡുകൾ ഉപയോഗിച്ചിട്ട് എന്തുണ്ടാക്കാനാ പറയുന്നത്? 3-digit നമ്പേഴ്സ്, ഏറ്റവും കൂടുതൽ 3-digit നമ്പേഴ്സ് ഉണ്ടാക്കുന്ന ആരാണോ അവരാണ് ജയിക്കുക, ഈ 4 കാർഡുകൾ ഉപയോഗിച്ചിട്ട്. അപ്പൊ ഏതൊക്കെ കാർഡാണ്? 9 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഈ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് 3-digit നമ്പേഴ്സ് ആണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. അപ്പൊ നമ്പേഴ്സ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല? റിപ്പീറ്റ് വരാൻ പാടില്ല. അപ്പൊ നമുക്ക് ഏതൊക്കെ ഉണ്ടാക്കാം? ഇത്രയും നമ്പേഴ്സ് നമുക്ക് എന്ത് ഉണ്ടാക്കാം? 9ഉം 3ഉം 2ഉം 5ഉം ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന 3-digit നമ്പേഴ്സ് ആണ്. ഈ നമ്പേഴ്സിലെ ലാർജസ്റ്റ് നമ്പർ ഏതാണ്? 953. സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 235. ഇനി എന്ത് ചെയ്യണം? അബാക്കസ് വരയ്ക്കാനാണ് പറയുന്നത്. ഡ്രോ ബീറ്റ്സ് ഇൻ ദ അബാക്കസ് ടു ഷോ ദി സ്മോളസ്റ്റ് നമ്പർ. അതായത് ഈ സ്മോളസ്റ്റ് 235ന് അബാക്കസിൽ വരയ്ക്കാം. എത്ര 100 ആണ്? 200. എത്ര 10? 3 10. എത്ര 1 ആണ്? 5 ones. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് അബാക്കസിൽ വരയ്ക്കുക. നെക്സ്റ്റ്, what is the peculiarity of the sum of the two consecutive numbers? അതായത് ഇവിടെ നോക്കി, നമ്മൾ അടുത്ത പാറ്റേൺ പോലെ എഴുതിയിരിക്കുന്ന കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ സം ശ്രദ്ധിച്ചു നോക്കുക. അതിന്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദ്യം. 1 + 2 2 + 3 അങ്ങനെ എഴുതി പോകുന്നുണ്ട് അല്ലേ? അപ്പൊ എന്താണ്? ഡു മോർ എക്സാമ്പിൾസ് ടു ഫൈൻഡ് ദ പെക്യുലാരിറ്റി. അതിന്റെ പ്രത്യേകതയാണ് ചോദിക്കുന്നത്. അപ്പൊ അടുത്ത എന്താ? 3 + 4 4 + 5 5 + 6 6 + 7. എന്താ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ the sum of two consecutive numbers is an odd number. എപ്പോഴും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. 1 + 2 ആൻസർ എന്താ? 3. 2 + 3 എന്താ ആൻസർ? 2 + 3 5. 3 + 4 എന്താണ്? 7. 4 + 5 9. അതായത് രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താ? തുടർച്ചയായി വരുന്ന നമ്പേഴ്സിനെയാണ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയുക. അപ്പൊ സം ഓഫ് ടു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആൻസർ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആയിരിക്കും. മനസ്സിലായല്ലോ? അതാണ് ഇതിന്റെ പ്രത്യേകത. വാട്ട് ഇസ് ദ പെക്യുലാരിറ്റി ഓഫ് ദ സം ഓഫ് ദ ടു ഓഡ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ രണ്ട് ഓഡ് നമ്പേഴ്സ് ആണ് പ്ലസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ പ്രത്യേകത എന്തായിരിക്കും എന്നാണ് ചോദ്യം. സം ഓഫ് ടു ഓഡ് നമ്പേഴ്സ് ഈസ് ഓൾവേസ് ആൻ ഈവൻ നമ്പർ. അതായത് ഫോർ എക്സാമ്പിൾ, രണ്ടും ഓഡ് നമ്പർ ആണെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ 2 ഒരു ഓഡ് നമ്പർ ആണ്, 3 ഒരു ഓഡ് നമ്പർ ആണ്, 3 ഒരു ഓഡ് നമ്പർ ആണ്, 1 ഒരു ഓഡ് നമ്പർ ആണ് അല്ലേ? സോ 3 + 1 എന്താ ആൻസർ വരിക? 4 അല്ലേ? അതേപോലെ 5 ഒരു ഓഡ് നമ്പർ ആണ്, അതേപോലെ തന്നെ എന്താണ്? 3 ഒരു ഓഡ് നമ്പർ ആണ്. 5 + 3 അപ്പൊ ആൻസർ എന്താ വരിക? 8. അപ്പൊ എപ്പോഴും ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് എന്താണ്? ഈവൻ നമ്പേഴ്സ് ആയിരിക്കും. ആൻഡ് വാട്ട് അബൌട്ട് ദ സം ഓഫ് ദ ടു ഈവൻ നമ്പേഴ്സ്? ഈവൻ നമ്പേഴ്സിന്റെ സമ്മും എന്തായിരിക്കും? ഓൾവേസ് ഈവൻ നമ്പർ ആയിരിക്കും. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ 2 ഒരു ഈവൻ നമ്പർ ആണ്, അതേപോലെ എന്താ? 4 ഒരു ഈവൻ നമ്പർ ആണ്. 2 + 4 എന്താ ആൻസർ വരിക? 6. മനസ്സിലായല്ലോ? അപ്പൊ ഓഡ് നമ്പേഴ്സ്, രണ്ട് ഓഡ് നമ്പേഴ്സിന്റെ സമ്മും എപ്പോഴും ഈവൻ നമ്പർ ആയിരിക്കും. രണ്ട് ഈവൻ നമ്പേഴ്സിന്റെ സമ്മും ഓൾവേസ് ഈവൻ നമ്പർ ആയിരിക്കും. ഹൗ മച്ച് ഡസ് 6 60 and 600 മേക്ക്? ഇനി നമ്മൾ ഇവിടെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ 6 ones ഉം
60 tens 60യും 600ഉം കൂടെ ചേരുന്ന നമ്പർ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ എപ്പോഴും എങ്ങനെ എഴുതുക? ആദ്യം 100, അതിനുശേഷം ടെൻസ്, അതിനുശേഷം വൺസ്. അപ്പോൾ 600 + 60 + 6 666. അടുത്തത് 800s added together is equal to how many tens added together? 800 എന്ന് പറയുന്നത് എത്ര ടെൻസിനോട് ഈക്വൽ ആണെന്നാണ് ചോദ്യം. 100 എന്ന് പറയുന്നത് 10 ടെൻസ് ആണെങ്കിൽ 800 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 80 ടെൻസ് ആയിരിക്കും. മനസ്സിലായല്ലോ? നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അടുത്തത് ഇവാലുവേഷൻ ആക്ടിവിറ്റീസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the number formed by 7 hundreds, 6 tens and 5 ones was written as 675. What is the correct number? How many tens should be added to 675 to get the correct number? എങ്ങനെ എഴുതാം? അതായത് ആദ്യം നമുക്ക് ആൻസർ എത്ര, കറക്റ്റ് നമ്പർ എത്രയെന്ന് എഴുതാം അല്ലെ. 700ഉം 6 ടെൻസും 5 വൺസും പറഞ്ഞാൽ 765 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം? 765 എഴുതിയിരിക്കുന്നത് എത്രയാണ്? 675 ആണ് അല്ലെ. അത് മൈനസ് ചെയ്യുക. എന്താണ് ചെയ്തിരിക്കുന്നത്? 90 ആണ് ഡിഫറൻസ് വരുന്നത്. 90. The total number of tens added to 675 to get the correct number എന്ന് പറയുന്നത് 9 എന്തായിരിക്കണം? 9 ടെൻസ് ആഡ് ചെയ്യണം. ഇങ്ങനെയും ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത പോലെ നമുക്ക് ചെയ്യാം. അതായത് ഇവിടെ എന്താ ചോദ്യം? കറക്റ്റ് നമ്പർ. ഹൗ മെനി ടെൻസ് ഷുഡ് ബി ആഡഡ് ടു 675 ടു ഗെറ്റ് ദി കറക്റ്റ് നമ്പർ എന്നാണ് ചോദ്യം അല്ലെ. എത്ര, ഹൗ മെനി ടെൻസ് ഷുഡ് ബി ആഡഡ് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്തു, അതായത് മൈനസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് 765 ആണ് ശരിയായ ഉത്തരം. ഇവിടെ എഴുതിയിരിക്കുന്നത് 675 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ടെൻസ് കൂടെ ആഡ് ചെയ്യണം എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ മൈനസ് ചെയ്തു, 900 കിട്ടി. ആൻഡ് 900 എന്ന് 90 കിട്ടി അല്ലേ. 900 അല്ല 90 കിട്ടി. 90 എന്ന് പറയുന്നത് എത്ര ടെൻസ് ആണ്? 9 ടെൻസ് ആണ് അല്ലെ. അപ്പൊ 9 ടെൻസ്. അടുത്തത്, if one bead in the place of 100 is shifted to the place of 10, how much will be the answer decrease? അതായത് ഇവിടെ അബാക്കസ് കൊടുത്തിട്ടുണ്ട്. അബാക്കസിൽ എത്ര 100 ഉണ്ട്? 400, 210, 31. അങ്ങനെയാണെങ്കിൽ ചോദ്യം, ഇപ്പൊ ഇവിടെ ആദ്യം പ്രസന്റ് നമ്പർ എഴുതാം കേട്ടോ. പ്രസന്റ് നമ്പർ എത്രയാ? 423. ആഫ്റ്റർ ഷിഫ്റ്റിംഗ് ദ ബീഡ് എന്ന് വെച്ചാൽ if one bead in the place of 100 is shifted to the place of 10, അതായത് ഈ 100ലുള്ള ഒരു ബീഡ് 10ലോട്ട് പോയാൽ എത്രയായിരിക്കും നമ്പർ? 333. If a bead from the 100's place is shifted to 1's place, how much will be the number decrease? എന്ന് വെച്ചാൽ വീണ്ടും അതിന്ന് ഒരു നമ്പർ എങ്ങോട്ട് പോവുകയാണ്? 1ന്റെ പ്ലേസിലോട്ട് പോയാൽ നമ്പർ എത്രയാണ്? 234. Using only the number of beads now in the abacus, largest 3-digit number that can be made. ഇതിലുള്ള ഈ ബീഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, ഇതിലുള്ള ബീഡ്സ് മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ലാർജസ്റ്റ് 3-digit നമ്പർ എത്രയായിരിക്കും? 900. അതായത് 10ലുള്ള നമ്പേഴ്സും 1ലുള്ള നമ്പേഴ്സും ഫുൾ ആയിട്ട് 100ലോട്ട് ഇട്ട് കഴിഞ്ഞാൽ എത്ര നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ലാർജസ്റ്റ് 3-digit നമ്പർ? 900. The smallest 3-digit number that can be made എന്ന് പറഞ്ഞാൽ 170 ആണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സ്മോളസ്റ്റ് അല്ലെ. സ്മോളസ്റ്റ് 3-digit നമ്പർ അല്ലെങ്കിൽ സ്മോളസ്റ്റ് 3-digit നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? ഇവിടെ 1 തീർച്ചയായിട്ടും ഒരു 100 എങ്കിലും വേണം 3-digit നമ്പർ ആയതുകൊണ്ട്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? 10ന്റെ അവിടെ 10ലുള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? 1ലോട്ട് ഇടുകയാണ്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ലാർജസ്റ്റ് സ്മോളസ്റ്റ് 3-digit നമ്പർ എന്ന് പറയുന്നത് 117 അല്ല 108 ആണ് കേട്ടോ. 108. കാരണം നമുക്ക് എന്ത് ചെയ്യാം? 10ന്റെ അവിടെയുള്ള 1ഉം കൂടെ നമുക്ക് എന്ത് ചെയ്യാം? 10ന്റെ അവിടെയുള്ള 1ഉം കൂടെ എന്ത് ചെയ്യാം? 1സ്ലോട്ട് കൊടുക്കാം. അപ്പൊ ഇവിടെ ആൻസർ എന്ത് വരും? 100. സ്മോളസ്റ്റ് നമ്പർ അല്ലേ ചോദിച്ചിരിക്കുന്നത്? 108. മനസ്സിലായല്ലോ? സ്മോളസ്റ്റ് 3-digit നമ്പർ 108. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദി പാറ്റേൺ. പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യണം. പാറ്റേൺ കംപ്ലീറ്റ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കുക. പ്ലസ് ചെയ്യുന്നതാണോ മൈനസ് ചെയ്യുന്നതാണോ എന്ന്. ഇവിടെ ഫസ്റ്റ് വൺ ഇൻക്രീസ് ചെയ്യാണ്. 596, 597, 598, 599, 600. നെക്സ്റ്റ് 102, 112, 122, 10 ആണ് പ്ലസ് ആവുന്നത്. 132, 142. അടുത്തത് 123, 234, 345. ഒരു പാറ്റേൺ ആണ് അല്ലേ. അപ്പൊ അടുത്ത ആൻസർ എന്താ വരിക? 456, 567. നെക്സ്റ്റ് ചോദ്യം 986, 886, 786. 100 മൈനസ് ചെയ്താണ് വരുന്നത്. അപ്പൊ 686, 586. നെക്സ്റ്റ് ലാസ്റ്റ് വൺ 10 ആണ് മൈനസ് ചെയ്യുന്നത്.
900, 890, 880. അപ്പോൾ അടുത്തത് 870, 860. ഫോർത്ത് ക്വസ്റ്റ്യൻ ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് ആണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു നമ്പർ തന്നിട്ട് അതിന് ഡിഫറെന്റ് രീതിയിൽ എഴുതാനാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നമ്പർ 789 ആണ്. അപ്പോൾ നമ്മൾ അതിനെ വൺസ് ആക്കിയപ്പോൾ 789 വൺസ്. 10ഉം 1ഉം ആക്കുകയാണെങ്കിൽ 78 ടെൻസും 9 വൺസും. ഇനി എങ്ങനെ എഴുതാം? 7 ഹൺഡ്രഡ്സ്, 8 ടെൻസ്, 9 വൺസ്. അതല്ലെങ്കിൽ 7 ഹൺഡ്രഡ്സും 89 വൺസും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചാപ്റ്റർ. നമ്മൾ ഫുൾ ചാപ്റ്റർ ഒരൊറ്റ ക്ലാസ് ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്